ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉമറുകുട്ടി. 2024 ഡിസംബറിൽ എക്സാം എഴുതുന്നവർക്കുള്ള അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൽ ആർക്കൊക്കെ എക്സാം എഴുതാമെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. 2024 ജനുവരി ഫെബ്രുവരി ആ ഒരു സൈക്കിളിൽ അഡ്മിഷൻ എടുത്തവർക്കും അതുപോലെ തന്നെ അത് ഫസ്റ്റ് ഇയർ ആയിട്ട് അഡ്മിഷൻ എടുത്തവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ പിറകിലായിട്ട് നിങ്ങൾ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കുമാണ് ഈ എക്സാം എഴുതാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഫെയിലായിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വിഷയത്തിന് 200 വെച്ചിട്ടാണ് ഫീസ് ഈടാക്കുന്നത്. ഇതെങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് പറയാൻ പോകുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാം. മറ്റുള്ളവർ സഹായമോ കാര്യങ്ങളോ ഒന്നും തേടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആദ്യം കൊടുക്കേണ്ടത് നിങ്ങളെ എൻറോൾമെൻറ്റ് നമ്പറാണ്. എൻറോൾ നമ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എൻറോൾ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഓരോ കോഴ്സ് അതുപോലെ സബ്ജക്റ്റ് കോഡുകളുണ്ട്. നിങ്ങൾ എൻറോൾ നമ്പർ അതുപോലെ തന്നെ തൊട്ട് താഴെ നിങ്ങൾക്ക് നിങ്ങളെ കോഴ്സ് കോഡ് സെലക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MA ഇംഗ്ലീഷ് ആണെങ്കിൽ MEG ആയിരിക്കും. ഇനിയിപ്പം BCom ആണെങ്കിൽ BCom ജനറൽ ആണെങ്കിൽ BCom G എന്നായിരിക്കും. ഇനി BCom F ആയിരിക്കാം. അല്ലെങ്കിൽ സൈക്കോളജി ആണ് MA സൈക്കോളജി ആണെങ്കിൽ MAPC. അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. നിങ്ങളുടെ കോഴ്സിൻ്റെ സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ കോഡ് നിങ്ങൾ താഴെ കൊടുക്കുക. തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് ഉണ്ട്. അത് നിങ്ങൾ എൻ്റർ ചെയ്ത ശേഷം പിന്നെ വരുന്നത് നിങ്ങളെ പേര് അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കാനുണ്ട്. നിങ്ങൾ ആധാർ നമ്പർ അതുപോലെ തന്നെ ABC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ മൊബൈൽ നമ്പർ, ഇനിയിപ്പം അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ അതിൽ കൊടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ പൂർത്തീകരിച്ച ശേഷം നിങ്ങൾ തൊട്ട് താഴെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അതുവഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്, എത്ര സബ്ജക്റ്റാണെന്നുള്ളത്. അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് താഴെ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് എക്സാം എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളെ കോഴ്സിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ ഓരോ കോഴ്സിൽ സബ്ജക്റ്റ് കോഡുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണമെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഇപ്പം MA ഇംഗ്ലീഷ് ആണെങ്കിൽ MEGയിൽ പല സബ്ജക്റ്റുകളുണ്ട്, 4-5 സബ്ജക്റ്റുകളുണ്ട്. അതിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ കോഡുകളുണ്ടാവും. ഇപ്പോൾ BComൽ ഓരോ സബ്ജക്റ്റിനും ഓരോ കോഡുകളുണ്ടാവും. ആ കോഡ് ഏതാണെന്ന് കറക്റ്റ് നിങ്ങൾ അതിൽ എൻ്റർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ടാവും. ആ കോഡ് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ നേരെ നിങ്ങൾ കോഴ്സിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം. അതിന് കോഡ് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം എന്നൂടി പറയണം. ഇതൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കാണിക്കാം. അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ മുഖേന നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാൻ പറ്റും മൊത്തത്തിൽ. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഫോം കൂടി നിങ്ങൾക്ക് വരും. ആ ഫോം നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇത്രയും മാത്രമാണ് എക്സാമിൻ്റെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും ഷോർട്ടായ മാർഗ്ഗം എന്നുള്ളത്. വേറെ തലവേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്രയും മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 2024 ഡിസംബറിൽ എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാം എഴുതാനും നിങ്ങൾക്ക് കൊടുക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി സെൻറ്റർ ചിലപ്പം വടകരയോ അല്ലെങ്കിൽ കൊച്ചിയോ അല്ലെങ്കിൽ തിരുവനന്തപുരമോ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അണ്ടറിൽ തന്നെ എക്സാം എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റഡി സെൻറ്ററോ അല്ലെങ്കിൽ സ്റ്റഡി സെൻറ്ററിൻ്റെ അണ്ടറിലുള്ള ഏത് കോളേജിൽ നിന്ന് റീജിയൽ സെൻറ്ററിൻ്റെ അണ്ടറിലുള്ള കോളേജിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഇപ്പോൾ വടകരയിലെടുത്ത ഒരാൾ വടകര അണ്ടറിലാണ് വടകര റീജിയൻ സെൻറ്ററും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും വടകരൻ്റെ അണ്ടറിലുള്ള സ്റ്റഡി സെൻറ്ററാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ബാംഗ്ലൂരിൻ്റെ അണ്ടറിലുള്ള വേറെ ഏതെങ്കിലും സ്റ്റഡി സെൻറ്ററിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം പല ആൾക്കാർ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാമിന് മാത്രമാണ് ഇതുള്ളത്. അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതാത് സ്റ്റഡി സെൻറ്റർ നിങ്ങൾ ആദ്യം കൊടുത്ത സ്റ്റഡി സെൻറ്ററിൽ തന്നെ കൊടുക്കണം. ഈ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. മറ്റുള്ള വീഡിയോയുമായിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട്